ഓക്കെ, സോ റെക്കോർഡിങ്സ് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇതിനിടയ്ക്ക് കുറച്ച് ടോപ്പിക്സ് സ്കിപ്പ് ചെയ്തിട്ടാണ് വി ആർ സ്റ്റാർട്ടിംഗ് വിത്ത് ചാപ്റ്റർ 7 ഇൻവെന്ററീസ്. സോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സ്പെസിഫിക്കലി ഇൻവെന്ററിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇൻവെന്ററി പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ജേണൽ എൻട്രി ഒക്കെ ഏകദേശം അറിയാം ഇൻവെന്ററി പർച്ചേസ് ചെയ്യുമ്പോൾ. പക്ഷെ വേറെ കുറച്ച് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്സ് അവിടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇൻവെന്ററി വിൽക്കുന്ന സമയത്ത് ഇൻവെന്ററി നശിച്ചു പോയാൽ എന്ത് ചെയ്യണം? ഇനി ലെറ്റ്സ് സേ ഇൻവെന്ററി പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ജേണൽ എൻട്രി നിങ്ങൾക്ക് അറിയാം, പക്ഷെ ആ എമൗണ്ട്, വാട്ട് ഈസ് ദാറ്റ് എമൗണ്ട് ദാറ്റ് യു നീഡ് ടു റെക്കോർഡ്? ജേണൽ എൻട്രി ഡെബിറ്റ്, പർച്ചേസസ് ക്രെഡിറ്റ്, ക്യാഷ് ഓർ ട്രേഡ് പേയബിൾ എന്നാണല്ലോ. സോ എമൗണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത്. ഇതുവരെയുള്ള നിങ്ങളുടെ ക്വസ്റ്റ്യൻസിലൊക്കെ ഞാൻ നിങ്ങൾക്ക് എമൗണ്ട് ഡയറക്റ്റ്ലി തരുമായിരുന്നു. സോ ആ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കണം? ചിലപ്പോൾ അത് ഡയറക്റ്റ്ലി തരുമായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാൽക്കുലേഷൻസ് ചെയ്തിട്ടായിരിക്കും ആ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ സ്പെസിഫിക്കലി ഇൻവെന്ററി ആയിട്ട് ബന്ധപ്പെട്ട കുറച്ച് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റുകളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഇനി എന്താണ് ഈ IAS2 ഇന്റർനാഷണൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്? അതായത് നമ്മൾ ഓരോ ഐറ്റം നമ്മുടെ ബിസിനസ്സിലുള്ള നോൺ കറന്റ് അസറ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്, IAS 36. ഇൻടാഞ്ചിബിൾ അസറ്റുകൾക്ക് വേണ്ടിയിട്ട് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഉണ്ട്, IAS 38. പ്രൊവിഷൻസിന് വേണ്ടിയിട്ട് IAS 37. അതേപോലെ ഇൻവെന്ററി എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ നമ്മുടെ ബിസിനസ്സിൽ ഒരു ഐറ്റം ആണല്ലോ ഇൻവെന്ററി എന്ന് പറയുന്നത്. ഏത് ബിസിനസ്സുകൾക്കാണ്? സർവീസ് സെക്ടറിനുണ്ടോ ഇൻവെന്ററി? സർവീസ് ഇൻഡസ്ട്രിയിൽ ഇൻവെന്ററി ഉണ്ടോ? സർവീസ് സെക്ടറിൽ ഇൻവെന്ററി ഉണ്ടോ? ഉണ്ട്, പക്ഷെ അളവ് കുറവായിരിക്കും. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന മാനുഫാക്ചറിങ് അല്ലെങ്കിൽ റീറ്റെയിൽ സെക്ടറിലെ അല്ലെങ്കിൽ ഹോൾസെയിൽ സെക്ടറിലെ ഇൻവെന്ററിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഒരു ബിസിനസ്സിന്, അതായത് അവർ ഇൻവെന്ററി വാങ്ങുമ്പോൾ എന്താ ചെയ്യേണ്ടത്, ഇൻവെന്ററി വിൽക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, SOPലേക്ക് എന്താ കാണിക്കേണ്ടത്, ഏത് ഹെഡിങ്ങിന് താഴെയാണ് കാണിക്കേണ്ടത്, ഏത് എമൗണ്ടിലാണ് റെക്കോർഡ് ചെയ്യേണ്ടത്, ഇൻവെന്ററി നശിച്ചു പോയി കഴിഞ്ഞാൽ അവിടെ ചെയ്യേണ്ട അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ് എന്തൊക്കെയാണ്, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഇവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇത് FRലും സെയിം ടോപ്പിക് ഉണ്ട്, SBRലും ഇതിന്റെ ചെറിയൊരു റെഫറൻസ് കയറി വരുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളത് FAലാണ്, കാരണം ഇൻവെന്ററി കൂടുതൽ അളവ് കുറയും. എന്നാലും ത്രൂ ഔട്ട് ACC നിങ്ങൾക്ക് അറിഞ്ഞിരിക്കുന്ന ഒരു നോളജ് ആണ് ഇൻവെന്ററി എന്ന് പറയുന്നത്. സംതിങ് ദാറ്റ് യു നീഡ്. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയൊരു വൺ ലൈനർ സെന്റൻസോ ഒരു ടെർമിനോളജിയോ ഇൻവെന്ററിയെ കുറിച്ച് നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പറ്റും. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞായിരുന്നു, ഫോർ എ മാനുഫാക്ചറിങ് ബിസിനസ്, ഒരു മാനുഫാക്ചറിങ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇൻവെന്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു മാനുഫാക്ചറിങ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇൻവെന്ററി? റോ മെറ്റീരിയൽ വരും, വർക്ക് ഇൻ പ്രോഗ്രസ് വരും, സോ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്. ഇപ്പൊ നമ്മള് അന്നൊരു ഷർട്ടാണ് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത്. സോ ഷർട്ടിന് വേണ്ടിയിട്ടുള്ള ക്ലോത്ത്, ബട്ടൺസ്, ത്രെഡ്, ഗ്ലൂ, ഇതൊക്കെ റോ മെറ്റീരിയലിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താം. ഇപ്പൊ നിങ്ങൾ ഒരു ജ്യൂസ് മേക്കിംഗ് ബിസിനസ് ആണെങ്കിൽ അതിനുള്ള ഫ്രൂട്ട്സ്, ഷുഗർ, മിൽക്ക്, പ്രിസർവേറ്റീവ്സ്, അതൊക്കെ നമുക്ക് റോ മെറ്റീരിയൽ ഉൾപ്പെടുത്താം. ഓക്കെ, സോ റോ മെറ്റീരിയൽ ഇസ് ഇൻവെന്ററി ഫോർ എ മാനുഫാക്ചറിംഗ് ബിസിനസ്. ഇനി ഇയറിന്റെ എൻഡില്, ഇയർ എൻഡ് എന്താന്ന് ഇപ്പൊ അറിയാലോ, നമ്മൾ യൂഷ്വലി ഇയർ എൻഡ് എടുക്കുക 31st ഡിസംബർ ആവാം, 31st മാർച്ച് ആവാം. ആ ഇയറിന്റെ എൻഡില് ഫിനിഷ് പ്രൊഡക്റ്റ് ആയോന്ന് ചോദിച്ചാൽ ഇയർ എൻഡിലായിരിക്കും നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? SOFP പ്രിപ്പയർ ചെയ്യുന്നത്. SOFP കറന്റ് അസറ്റിന്റെ താഴെയാണ് നമ്മൾ എന്ത് കാണിക്കേണ്ടത്? ഇൻവെന്ററി കാണിക്കേണ്ടത്. ഓക്കെ, സോ ഇയർ എൻഡ്, അതായത് ലെറ്റ്സ് സേ 31st ഡിസംബർ 2024 ഞാൻ SOFPയിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ഫിനിഷ് പ്രൊഡക്റ്റും ആയിട്ടില്ല, എന്നാ റോ മെറ്റീരിയൽ സ്റ്റേജും അല്ല, റോ മെറ്റീരിയൽ സ്റ്റേജിലും അല്ല, എന്നാ ഫിനിഷ് പ്രൊഡക്റ്റും ആയിട്ടില്ല. അപ്പൊ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വർക്ക് ഇൻ പ്രോഗ്രസ്. അപ്പൊ ഈ വർക്ക് ഇൻ പ്രോഗ്രസ് പറഞ്ഞാൽ ഈ ഡേറ്റ് നോക്കിയിട്ടാണ്, അതായത് ഓൺ 31st ഡിസംബർ 2024 ഓൾ ഇയർ എൻഡ് ഡേറ്റില് അത് ഫൈനൽ പ്രൊഡക്റ്റും ആയിട്ടില്ല, എന്നാ റോ മെറ്റീരിയൽ സ്റ്റേജിൽ കടന്നിട്ടുണ്ടെങ്കിൽ വർക്ക് ഇൻ പ്രോഗ്രസ്. അതേപോലെ ഈ ഡേറ്റില് ഫുള്ളി ഫിനിഷ് ആയ പ്രൊഡക്റ്റ് ആണ് നമ്മൾ എന്ന് വിളിക്കുന്ന ഫിനിഷ്ഡ്
ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ഗുഡ്സ് മീനിങ് നമ്മൾ മറച്ചു വെക്കാൻ റെഡിയാണ്, അത് റീസെല്ലിന് റെഡി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ എന്താ വിളിക്കുന്നത്, ഫിനിഷ് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അപ്പൊ ഒരു മാനുഫാക്ചറിങ് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പർട്ടിക്കുലർ ഡേറ്റില് അവരുടെ ഇൻവെന്ററി എന്ന് പറയുന്നത് റോ മെറ്റീരിയൽ കാറ്റഗറിയിൽ വരാം. അതായത് ഈ ഒരു ഡേറ്റിൽ അവർ പ്രൊഡക്ഷനിൽ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന മെറ്റീരിയൽ ആവാം. ഈ ഒരു ഡേറ്റില് ഫൈനൽ പ്രൊഡക്റ്റ് ആയിട്ടില്ല എന്നാൽ പ്രൊഡക്ഷൻ സ്റ്റേജ് കടക്കുകയും ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഇൻ പ്രോഗ്രസ് ആവാം, അല്ലെങ്കിൽ ഒരു ഫിനിഷ് ഗുഡ്സ് ആവാം. ഇതേ സാധനം ഒരു റീറ്റെയിൽ അല്ലെങ്കിൽ ഹോൾസെയിൽ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അവിടെ എന്താ ഇൻവെന്ററി? ഒരു റീറ്റെയിൽ അല്ലെങ്കിൽ ഹോൾസെയിൽ ബിസിനസ്സിൽ എന്താ ഇൻവെന്ററി എന്ന് ഉദ്ദേശിക്കുന്നത്? അവിടെ അവര് മറിച്ചു വിൽക്കാൻ വേണ്ടിയിട്ട് or goods held for resale, ഒരു വർഷം കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടി വെക്കുന്നതല്ല, മറിച്ച് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഗുഡ്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്, ഇൻവെന്ററി എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇൻവെന്ററിയുടെ ആ ഒരു ഒരേ വാക്ക് തന്നെ പല ബിസിനസ്സിലും പല പേരിലായിരിക്കും അത് വരുന്നുണ്ടാവുക. ഇപ്പൊ മാനുഫാക്ചറിംഗ് ബിസിനസ് അത് റോ മെറ്റീരിയൽ ആണെങ്കിൽ ഹോൾസെയിൽ അല്ലെങ്കിൽ റീറ്റെയിലർക്ക് അത് എന്താണ്, അവരുടെ ഫിനിഷ് പ്രൊഡക്റ്റ് ആയിരിക്കും. ക്ലിയർ? ഇനി സോ another terminology also വേറെ രീതിയിലൂടെ പറയാം. 31st December 2024 വിറ്റ് പോകാതിരിക്കുന്ന ഗുഡ്സിനെയും എനിക്ക് എന്തെന്ന് വിളിക്കാം? That is what I call as closing inventory. What is the meaning of closing inventory? At that 31st December 2024 that unsold goods ഉണ്ടാവത്തില്ല, മറിച്ച് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് പക്ഷെ വിറ്റ് പോയിട്ടില്ല, വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് പക്ഷെ വിറ്റ് പോയിട്ടില്ല. That is called as closing inventory. അതേപോലെ തന്നെ നമ്മൾ ആ സമയത്ത് ഹോൾഡ് ചെയ്യുന്ന നമ്മളുടെ this is basically closing inventory, unsold goods at the year end. ആ വാക്കുകൾ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി let's read this. Inventory is a term used to describe goods, materials and supplies held at the accounting period end that have been purchased by a business and are either ready for sale or used in production of completed products for sale. So now did you understand the statement? എന്താണ് ഇൻവെന്ററി എന്ന് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് ഈസ് ഗുഡ്സ് ആവാം, മെറ്റീരിയൽസ് ആവാം, അതേപോലെ സപ്ലൈ ഐറ്റംസ് ആവാം. സപ്ലൈ ഐറ്റംസ് വെച്ചാൽ ഈ ഗ്ലൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല, ബട്ടൺസ് ഒക്കെ പറഞ്ഞില്ല, ദാറ്റ് ഇസ് ഓൾസോ സപ്ലൈസ്. ഹെൽഡ് അറ്റ് ദ അക്കൗണ്ടിംഗ് പീരീഡ് എൻഡ് ഇയർ എൻഡിൽ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നതായിരിക്കണം. That have been purchased by a business, business purchase ചെയ്തതാണ്, are either ready for sale, അതായത് finished goods ആവാം ഒന്നെങ്കിൽ, അല്ലെങ്കിൽ used in production of products for the sale, or it can be work in progress or raw material as well. ഇനി inventory can be classified as goods purchased for resale. റീസെയിൽ പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന ഗുഡ്സിനെ എന്തെന്ന് വിളിക്കാം? Inventory എന്ന് വിളിക്കാം. This is the case of wholesaler and retailer. Then it can be raw material or components used in manufacturing. It can be intermediary stages of completion, അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? Work in progress, or it can be finished goods. ഇതിൽ ബിയും സിയും ഡിയും മാനുഫാക്ചറിംഗ് ബിസിനസിനെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. Is it clear? പിന്നെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ബി ഗൈഡിന് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നോൺ കറന്റ് അസറ്റ് ആവാം, പക്ഷെ ബിസ്മിക്കും നന്ദിലത്തിനും കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇൻവെന്ററി ആണ്. ഇപ്പൊ നേച്ചർ ഓഫ് ദ ബിസിനസ് അനുസരിച്ച് ഇൻവെന്ററി that depends on the nature of the business. Okay, ഇപ്പൊ ചില ബിസിനസ്സുകളിൽ നോൺ കറന്റ് അസറ്റ് എന്ന് വിളിക്കുന്നത് ചില ബിസിനസ്സുകൾക്ക് എന്തായിരിക്കും? ഇൻവെന്ററി ആയിരിക്കും. So it depends on nature of business. Got it? Is it clear? Moving on. ഇനി നമുക്ക് IAS 2 കാര്യത്തിലേക്കല്ല, അതിന് മുൻപ് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. വൺ ഇസ് കോൾഡ് as accrual concept. നമ്മൾ ബ്രേക്കിന് മുമ്പ് ഞാൻ പറഞ്ഞത്, പിന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ ഒന്നാണ് accrual concept. Okay, so accrual concept പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് I will show you an example. This is 2024 ന്യൂ ബിസിനസ് ആണ്. അപ്പൊ ഇവര് ഈ വർഷം they purchased 10,000 units for $10 each.
ഓക്കെ 10,000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്ത് ഇൻവെന്ററി പർച്ചേസ് ഗുഡ്സ് ഇൻവെന്ററി ആണ് പർച്ചേസ് ചെയ്തത് പറിച്ചു വിൽക്കാൻ വേണ്ടി വാങ്ങിച്ചിരിക്കുന്നതാണ് 10,000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തു ഫോർ $10 each. എന്നിട്ട് ഇതില് സോൾഡ് 5,500 യൂണിറ്റ്സ് ഇതിൽ എത്ര യൂണിറ്റ്സ് വിറ്റു 5,500 യൂണിറ്റ്സ് വിറ്റു ഫോർ $25 each. എന്തായാലും പ്രോഫിറ്റിലായിരിക്കും വിറ്റിട്ടുണ്ടാവുക. So I am going to find out the gross profit. എന്താ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത് ഗ്രോസ് പ്രോഫിറ്റ്. ഓർമ്മയുണ്ടോ ഗ്രോസ് പ്രോഫിറ്റ് ഇക്വേഷൻ എങ്ങനെ കണ്ടുപിടിക്കണ്ടേ റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഓക്കെ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടുക ഗ്രോസ് പ്രോഫിറ്റ് കിട്ടുക. റവന്യൂ എത്രയാ വാട്ട് ഇസ് ദ റവന്യൂ ഹിയർ? റവന്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെന്ററി വിറ്റ് കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കോർ ഓപ്പറേഷനിൽ നിങ്ങൾക്ക് കിട്ടുന്ന കോർ ട്രേഡിംഗ് ആക്ടിവിറ്റീസിൽ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തെയാണ് റവന്യൂ. എല്ലാ ഇൻകോ റവന്യൂ അല്ല നിങ്ങളുടെ കോർ ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകത്തെയാണ് റവന്യൂ എന്ന് വിളിക്കുന്നത്. ഓക്കെ സോ ദാറ്റ് മീൻസ് 5,500 യൂണിറ്റ്സ് ഇൻടു $25 ഈച്ച്. എത്രയാണ് നിങ്ങളുടെ റവന്യൂ 37,500. അതെല്ലാവർക്കും ഓക്കെ ആണോ? ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇസ് ഈക്വൽ ടു 10,000 യൂണിറ്റ്സ് വാങ്ങിയില്ലോ ഇൻടു 10 ഈച്ച് എന്ന് പറയുമ്പോ എത്ര വരും? സോ വാട്ട് ഇസ് മൈ ഗ്രോസ് പ്രോഫിറ്റ്? ഇതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റെപ്പ് ആക്ച്വലി തെറ്റാണ്. Give me the reason for that. That is it. റവന്യൂ 5,500 യൂണിറ്റ്സ് ചെയ്യുന്നു. അപ്പൊ കോസ്റ്റ് എന്ത് ചെയ്തിരിക്കണം മാച്ച് ചെയ്യണ്ടേ? അല്ല ഇവിടെ തെറ്റിയില്ലേ? ഇതിപ്പോ 5,500 യൂണിറ്റ്സിന്റെ റവന്യൂ 10,000ന്റെ കോസ്റ്റുമാണ് നിങ്ങൾ കാണിച്ചിരിക്കുന്നത്. ഈ COGSന്റെ ഫുൾ ഫോം എന്താ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അതിന് എത്ര ഗുഡ്സാ സെല് ചെയ്തേ? 5,500. അതിന്റെ കോസ്റ്റ് ആണ് നിങ്ങൾ മാച്ച് ചെയ്യേണ്ടത്. Is it clear? Is the idea clear? So what is cost of goods sold? With units in the cost. അപ്പോ how will I rearrange this? എങ്ങനെ എനിക്ക് തിരുത്താൻ പറ്റുക? മഹിറ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നില്ല? റവന്യൂവിന്റെ കാര്യം മനസ്സിലായോ? റവന്യൂ ഈ സിനാരിയോ മനസ്സിലായോ? യു പർച്ചേസ് ഗുഡ്സ് അതൊക്കെ പോട്ടെ. അതിന് മുൻപ് ഡിസ്കസ് ചെയ്തത് മാനുഫാക്ചറിങ് സെക്ടർ ആണ്. 3 തരത്തിലുള്ള ഇൻവെന്ററി ഉണ്ട്. ഹോൾസെയിൽ റീറ്റെയിൽ സെക്ടർ. അത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഇപ്പൊ പറഞ്ഞത് മാത്രമാണ്. ഓക്കെ ഈ എക്സാമ്പിൾ നോക്കിക്കേ. 2024 നിങ്ങൾ ഒരു പുതിയ ബിസിനസ് ആണ് ഈ വർഷം തുടങ്ങിയതാണ്. യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തു ഫോർ $10 each. ഓക്കെ എനിക്ക് ഉച്ച കഴിഞ്ഞത്തെ സെഷനിലായിരുന്നു അത് വന്നിരുന്നത് ഗ്രോസ് പ്രോഫിറ്റ്. സോ ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മളുടെ കോർ ട്രേഡിംഗ് ആക്ടിവിറ്റിയിൽ നിന്ന് ലാഭമാണോ നഷ്ടമാണോ? ഇവിടെ ഈ ഗുഡ്സ് വിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ കോർ ട്രേഡിംഗ് ആക്ടിവിറ്റി. അതിൽ നിന്ന് കിട്ടിയ വരുമാനം അതിനെയാണ് റവന്യൂ എന്ന് വിളിക്കുന്നത്. സോ റവന്യൂ എടുക്കുക. റവന്യൂവിൽ നിന്ന് ആ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ വേണ്ടി വന്ന കോസ്റ്റ് മൈനസ് ചെയ്യുക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യുക. അപ്പൊ നമ്മളിപ്പോ നോക്കാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ഗുഡ്സ് വിറ്റ് നിങ്ങൾക്ക് ലാഭമാണോ നഷ്ടമാണോ എന്നാണ്. ഓക്കെ റവന്യൂ എടുക്കുന്നത് എങ്ങനെയാന്ന് മനസ്സിലായോ? നമ്മൾ 5,500 യൂണിറ്റ്സ് വിറ്റു. എത്രയ്ക്കാ വിറ്റത്? $25 ഈച്ചിനാണ് വിറ്റത്. സോ വാട്ട് ഇസ് യുവർ ടോട്ടൽ റവന്യൂ? 1,37,500. അത് മനസ്സിലായോ? ഇനി അടുത്താണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ആ പേരിൽ തന്നെയുണ്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. വിറ്റ യൂണിറ്റ്സിന്റെ കോസ്റ്റ്. അതിൽ എത്ര യൂണിറ്റ്സാ വിറ്റത്? എത്ര യൂണിറ്റ്സാ വിറ്റത്? 5,500. അതിന്റെ കോസ്റ്റ്
25 എന്ന് പറഞ്ഞാൽ അതിന്റെ സെല്ലിംഗ് പ്രൈസ് ആണ്, അതല്ല വേണ്ടത്. അതിന്റെ കോസ്റ്റ് എത്രയാ? മൊത്തം 10,000 വാങ്ങിയത് എത്രയ്ക്കാ? ഓരോന്നിനും എത്ര വെച്ച് കൊടുത്തിട്ടാ വാങ്ങിയേ? 10. അപ്പൊ അതിൽ തന്നെ ഒരു 5,500 വിൽക്കുന്നത്. ഓ, ആ ആ മനസ്സിലായോ? ആ സോ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? $10. Is the idea clear? So your total cost will be 55,000. Understood? ആ അതായത് നിങ്ങൾ ആ വർഷം വാങ്ങിച്ച ഫുൾ യൂണിറ്റ്സ് എടുക്കരുത്. നിങ്ങൾ വിറ്റ യൂണിറ്റ്സിന്റെ കോസ്റ്റുമായിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? മാച്ച് ചെയ്യേണ്ടത്. Is it clear? ശരിയാണ്, നിങ്ങൾ 10,000 യൂണിറ്റ്സ് വാങ്ങിയിട്ടുണ്ട്. $10 വെച്ച് സ്പെൻഡ് ചെയ്ത് 1 ലക്ഷം മുടക്കിയിട്ട് ഈ വർഷം നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. സോ അത് നിങ്ങൾ ജേർണൽ എൻട്രി പാസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് പർച്ചേസസ് എന്ന് പറഞ്ഞാൽ എത്ര കാണിക്കും? ഡെബിറ്റ് പർച്ചേസസ് എന്ന് പറഞ്ഞിട്ട് എത്ര കാണിക്കും? 1 ലക്ഷം കാണിക്കും. ക്രെഡിറ്റ് ക്യാഷ് ഓർ ബാങ്ക് എന്ന് പറഞ്ഞാൽ എത്ര കാണിക്കും? 1 ലക്ഷം കാണിക്കും. അതിലൊന്നും ഒരു സംശയമില്ല. ജേർണൽ എൻട്രി പാസ് ചെയ്യുന്ന സമയത്ത് യു വിൽ ബി റെക്കോർഡിംഗ് ദാറ്റ് ഫുൾ 10,000 യൂണിറ്റ്സിന്റെ പർച്ചേസ് തന്നെ നിങ്ങൾ കാണിക്കണം. പക്ഷെ ഇത് വിൽക്കുന്ന സമയത്ത് ലാഭമാണോ നഷ്ടമാണോ നോക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വിറ്റ യൂണിറ്റ്സിന്റെ സെല്ലിംഗ് പ്രൈസ് കോസ്റ്റ് മാത്രമേ കമ്പയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ 10,000 ഫുൾ എടുക്കരുത്. 5,500 സെല്ലിംഗ് പ്രൈസും 5,500 കോസ്റ്റും. Is it clear? Is it clear? യെസ്. So tell me what is your profit? ലാഭമാണോ നഷ്ടമാണോ? Profit ആണ്. Tell me what is your profit? 82.5. Is it clear? Got it? Clear ആണോ എല്ലാവർക്കും? So can I proceed to the continuation of this? Now this is 2025. Mahira ഇതുവരെ okay ആണോ? ആ ഓക്കെ മാം. ഇനി 2025 നെക്സ്റ്റ് ഇയർ ആണ്. സോ ഇതിപ്പോ കഴിഞ്ഞ വർഷം പുതിയ ബിസിനസ് ആയിരുന്നപ്പോ ഓപ്പണിംഗ് ഇൻവെന്ററി ഒന്നും ഇല്ല. 2025 അതിന് മുൻപ് തന്നെ 2024 അവർക്ക് ക്ലോസിംഗ് ഇൻവെന്ററി ഉണ്ടോ? 2024 അവർക്ക് ക്ലോസിംഗ് ഇൻവെന്ററി ഉണ്ടോ? ക്ലോസിംഗ് ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റുപോകാത്ത അൺസോൾഡ് ആയിട്ടിരിക്കുന്ന ഗുഡ്സ് എന്തെങ്കിലും ഉണ്ടോ? എത്ര യൂണിറ്റ്സ്? മൊത്തം 10,000 വാങ്ങി, അതിൽ 5,500 വിറ്റുപോയി. സോ ബാക്കി എത്രയാണ്? 4,500. ഓരോന്നിനും $10 വെച്ചാണ് കോസ്റ്റ്. സോ ഒരു $45,000 ഗുഡ്സ് വിറ്റുപോകാതെ ബിസിനസ്സിൽ ഇരിപ്പുണ്ട്. Is it clear? അത് ക്ലിയർ ആണോ? ദിസ് ഇസ് കോൾഡ് ആസ് ക്ലോസിംഗ് ഇൻവെന്ററി. അത് ക്ലിയർ ആണോ? ആ റെസ്പോണ്ട് ചെയ്യണേ. അത് ക്ലിയർ ആണോ? ഓക്കെ. അതായത് 2024 വാങ്ങിച്ചതിൽ വിറ്റ് പോകാതിരിക്കുന്ന ഇയർ എൻഡ് ആയിട്ട് വിറ്റ് പോകാതിരിക്കുന്ന യൂണിറ്റ്സിനെയാണ് ക്ലോസിംഗ് ഇൻവെന്ററി. ഇൻവെന്ററി ആണ് ക്ലോസിംഗ് ഇൻവെന്ററി എന്ന് വിളിക്കുക. ഇനി 2025 കയറാം. 2025 കയറുമ്പോൾ വാട്ട് ഈസ് യുവർ ഓപ്പണിംഗ് ഇൻവെന്ററി? കഴിഞ്ഞ വർഷം അതില്ലായിരുന്നു, കാരണം ഇറ്റ് വാസ് എ ന്യൂ ബിസിനസ്. നൗ ഇറ്റ്സ് എ കണ്ടിന്യൂയിങ് ബിസിനസ് ആണ്. സോ വാട്ട് ഈസ് ഓപ്പണിംഗ് ഇൻവെന്ററി? എത്രയായിരിക്കും മഹിര? എത്രയായിരിക്കും ഓപ്പണിംഗ് ഇൻവെന്ററി? 45,000. 45,000. അതായത് 4,500 യൂണിറ്റ്സ് മിച്ചിരിപ്പുണ്ട്. ഇൻറ്റു $10 വെച്ച് വാട്ട് വിൽ ബി ദ ഓപ്പണിംഗ് ഇൻവെന്ററി? 45,000. ഈ വർഷം നിങ്ങൾ എക്സ്ട്രാ നടത്തിയ പർച്ചേസ് കേട്ടോ, ഈ വർഷം നടത്തിയ പർച്ചേസ് ഒരു 50,000 യൂണിറ്റ്സ് കൂടെ വാങ്ങി. പക്ഷെ ഈ 50,000 നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് ഇതിന് $10 തന്നെ ഇരിക്കട്ടെ. യു പർച്ചേസ് 50,000 യൂണിറ്റ്സ് ഫോർ $10 for $10 each. ഈ വർഷം you sold 65,000 units for $25 each. ഡേറ്റ് ക്ലിയർ ആണല്ലോ? ഈ വർഷം ഓൾറെഡി നമ്മുടെ അടുത്ത് കുറച്ച് സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അതിന് കൂടെ നിങ്ങൾ ഒരു എക്സ്ട്രാ 50,000 യൂണിറ്റ്സും കൂടെ പർച്ചേസ് ചെയ്തു. പർച്ചേസ് പ്രൈസ് മാറിയിട്ടില്ല. പിന്നെ അതിൽ നിന്ന്
ഒരു 65,000 യൂണിറ്റ്സ് നിങ്ങൾ വിൽക്കുന്നു. സ്റ്റോറി ക്ലിയർ ആണല്ലോ? അപ്പൊ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ വർഷം തുടങ്ങിയപ്പോ എത്ര യൂണിറ്റ്സ് ഉണ്ടായിരുന്നു കയ്യില്? 4,500 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു കയ്യില്. Okay, 4,500. I'm just going to make this as 5,000 and this as 6,500. ഇനി ആ വർഷം നിങ്ങൾ എത്ര എക്സ്ട്രാ യൂണിറ്റ്സും കൂടെ വാങ്ങി? ഒരു 5,000 യൂണിറ്റ്സും കൂടെ വാങ്ങി. ഓക്കെ, അതിൽ നിന്ന് ഒരു 6,500 നിങ്ങൾ വിൽക്കുവാണ്. ഓക്കെ, അപ്പൊ എത്ര മൊത്തം യൂണിറ്റ്സ് എത്ര ഉണ്ട് നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ? 9,500. ഇതിൽ നിന്ന് നിങ്ങൾ ഒരു 6,500 ഈ വർഷം വിറ്റു. അപ്പൊ എത്ര ബാലൻസ്? 3,000. What is this 3,000 units called? എനിക്ക് ഇതിന്റെ പേരാണ് അറിയേണ്ടത്. This is called as closing. ഈ വർഷത്തെ ക്ലോസിംഗ് ഇൻവെന്ററി. ക്ലിയർ ആണോ? Is it clear? ക്ലിയർ ആണോ? അതായത് ഓൾറെഡി എന്റെ കയ്യിൽ 4,500 ഉണ്ടായിരുന്നു. എക്സ്ട്രാ ഒരു 5,000 യൂണിറ്റ്സ് കൂടി വർഷം വാങ്ങി. അങ്ങനെ മൊത്തം 9,500. അതിൽ 6,500 യൂണിറ്റ്സ് വിറ്റു. അവസാനം മിച്ച ഒരു 3,000 യൂണിറ്റ്സ്. That is unsold goods or the closing inventory of 2025. Is it clear? മഹിറ, ക്ലിയർ ആണ്. അങ്ങനെയാണ് എനിക്ക് ഇവിടെയും ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കണം. സോ റവന്യൂ മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് sold. The difference is called gross profit. So tell me revenue എത്രയാണ്? What is the revenue? എത്രയാണ് നിങ്ങളുടെ revenue? 6,500 units വിറ്റു for $25 each. So what is your revenue? 1,62,500. Okay. ഇനി അടുത്ത എനിക്ക് അറിയേണ്ടത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഈ വിറ്റുപോയ യൂണിറ്റ്സിന്റെ കോസ്റ്റ് എനിക്ക് അറിയണം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കണ്ടുപിടിക്കും? 6,500 into 10, which is equal to 65,000. Clear ആണോ? So what is your gross profit? You understood the concept here? What is your closing inventory? What is your closing inventory? 30,000 യൂണിറ്റ്സ് മിച്ചമുണ്ട്. ആ 30,000 ഓരോന്നും വാങ്ങിയിട്ട് 10 വെച്ചിട്ടാണ്. So what is your closing inventory? $30,000. ഇത്രയും സ്റ്റോറി എല്ലാവർക്കും ക്ലിയർ ആണോ? Is it clear? മഹിറ, ക്ലിയർ ആണ്. okay. Now we're going to move to an equation for cost of goods sold. ആ ഇക്വേഷൻ എന്തിനാ ആവശ്യം വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് മനസ്സിലാവും. സോ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ the equation is opening inventory plus purchases. Cost of goods എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ purchases minus closing inventory. This is your equation for cost of goods sold. So what is the equation for cost of goods sold? Opening inventory plus purchases minus closing inventory. ഇനി അത് തരാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ നിങ്ങൾക്ക് തന്നിരിക്കുന്ന എക്സാമ്പിളില് യൂണിറ്റ്സ് നല്ല വ്യക്തമായിട്ട് തന്നിട്ടുണ്ട് അല്ലെ? എത്ര യൂണിറ്റ്സ് വാങ്ങി ഓൾറെഡി ഉണ്ടായിരുന്നു, എത്ര എക്സ്ട്രാ വാങ്ങി, എത്ര വിറ്റു എന്നുള്ളത് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. വിറ്റുപോയ യൂണിറ്റ്സ് ഇൻടു അതിന്റെ സെല്ലിംഗ് പ്രൈസ്, അതിന്റെ തന്നെ കോസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഞാൻ നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേറെ രീതിയിൽ തരാൻ വേണ്ടി പോകണം. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയ ഇത് മനസ്സിലായാലും അടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുള്ളൂ. ഇത് ക്ലിയർ ആണല്ലോ? So now I'm going to give the same information, quite different. Sales revenue. Sales revenue is
1,20,000. Okay. ഈ വർഷത്തെ purchases is ഒരു 67,000. ഈ വർഷത്തെ ഓപ്പണിംഗ് ഇൻവെന്ററി ഒരു 20,000. ഈ വർഷത്തെ ക്ലോസിംഗ് ഇൻവെന്ററി ഒരു 12,000. Requirement is calculate gross profit. requirement. എന്ത് ചെയ്യും? ഇതിനു മുമ്പ് ഞാൻ തന്ന കേസിൽ ഞാൻ നിങ്ങൾക്ക് യൂണിറ്റ്സ് തന്നിട്ടുണ്ടായിരുന്നു. ഓരോ യൂണിറ്റിന്റെയും പ്രൈസ് ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നും അല്ല, എല്ലാം ടോട്ടൽ വാല്യൂ ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ടോട്ടൽ റവന്യൂ ഇത്ര, ടോട്ടൽ കോസ്റ്റ് ഇത്ര, പർച്ചേസസ് ഇത്ര, ഓപ്പണിംഗ് ഇൻവെന്ററി ഇത്ര, ക്ലോസിംഗ് ഇൻവെന്ററി. ദിസ് ആർ ഓൾ ഡോളർ വാല്യൂസ് ആണ് കേട്ടോ. എല്ലാം ഡോളർ വാല്യൂസ് ആണ്. ഞാൻ ആദ്യം തന്ന ക്വസ്റ്റ്യൻ ഈ ക്വസ്റ്റ്യൻ തമ്മിലുള്ള ഡിഫറൻസ് ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ക്ലിയർ? ആദ്യം തന്ന ക്വസ്റ്റ്യൻ എന്തുണ്ടായിരുന്നു? യൂണിറ്റ്സ് ക്ലിയർലി കോട്ടഡ് ആയിരുന്നു. ഓരോ യൂണിറ്റ് പ്രൈസ് ക്ലിയർലി കോട്ടഡ് ആയിരുന്നു. ഇവിടെ അതൊന്നുമില്ല. എനിക്ക് കണ്ടുപിടിക്കേണ്ട ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പൊ ഞാൻ ആദ്യം ഗ്രോസ് പ്രോഫിറ്റ് ഇക്വേഷൻ അങ്ങ് എഴുതി വെച്ചേക്കാം. വാട്ട് ഇസ് ഇക്വേഷൻ ഫോർ ഗ്രോസ് പ്രോഫിറ്റ്? ഓക്കെ, സെയിൽസ് റവന്യൂ എടുക്കണം. അതിനകത്ത് എന്ത് മൈനസ് ചെയ്യണം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ചെയ്യണം. സെയിൽസ് റവന്യൂ വലിയ ബുദ്ധിമുട്ടില്ല, അത് മാത്രമുള്ള ആകപ്പാട് നമുക്ക് ഡയറക്റ്റ്ലി അറിയാവുന്ന ഒരു ഫിഗർ. വാട്ട് ഇസ് യുവർ സെയിൽസ് റവന്യൂ? 1,20,000. പക്ഷെ ഇവിടുത്തെ വില്ലൻ എന്താണ്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പൊ ഇങ്ങനെയുള്ള കേസസിൽ എങ്ങനെ നിങ്ങൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കും? നമ്മൾ പഠിക്കണമല്ലോ. ഇങ്ങനെ വരുമ്പോ ഹൗ വിൽ യു കാൽക്കുലേറ്റ് യുവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? അതാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഇക്വേഷൻ. So what is the equation for cost of goods sold? Just note like എഴുതിക്കോ. Cost of goods sold. Cost of goods sold. ഇനി ഇതേ സാധനത്തിൽ തന്നെ കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറയാറുണ്ട് കേട്ടോ. സർവീസ് സെക്ടറിൽ കോസ്റ്റ് ഓഫ് സെയിൽസ്, മാനുഫാക്ചറിങ് അല്ലെങ്കിൽ ഹോൾസെയിൽ സെക്ടറിൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, വിച്ച് ഇസ് സിംപ്ലി ഓപ്പണിംഗ് ഇൻവെന്ററി എടുക്കണം. അതിലേക്ക് ആ വർഷത്തെ ടോട്ടൽ പർച്ചേസസ് വാല്യൂ ആഡ് ചെയ്യണം. ഇതൊക്കെ ഡോളർ വാല്യൂസ് വാല്യൂ പറയുന്നത്. ലെസ് അതിൽ നിന്ന് ക്ലോസിംഗ് ഇൻവെന്ററി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇസ് ഇറ്റ് ക്ലിയർ? എന്തൊക്കെ നിങ്ങൾ എടുക്കും? ഓപ്പണിംഗ് ഇൻവെന്ററി എടുക്കണം. അതിലേക്ക് എന്തും കൂടെ ആഡ് ചെയ്യണം? ആ വർഷത്തെ ടോട്ടൽ പർച്ചേസസ് ആഡ് ചെയ്തിട്ട് പിന്നെ എന്ത് മൈനസ് ചെയ്യണം? ക്ലോസിംഗ് ഇൻവെന്ററി മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ വാല്യൂവിനെയാണ് എന്ന് വിളിക്കുന്നത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് വിളിക്കുന്നത്. Again, this is a dollar value. Please keep in mind this is a dollar value. ഇതാണ് ഇക്വേഷൻ. അപ്പൊ I am going to apply this equation. Okay, ഈ കേസിൽ ഞാൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. So what is the opening inventory value equation? 20,000. What is the purchase? 67,000. What is the closing inventory? 12,000. So opening inventory is equal to 20,67. So 20,000 plus 67,000 minus 12,000. So what is your cost of goods sold? So what is your cost of goods sold? 75,000. Is it clear? Is it clear, Mahira? Yes. മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചോട്ടോ. ചോദിക്കാം. Can I trust you with this? Did you really understand? ക്ലിയർ ആണ്. Okay. ഇനി so what is your gross profit? So അത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? Gross profit കണ്ടുപിടിക്കാം. So what is your gross profit?
Okay. മനസ്സിലായ സ്റ്റെപ്പ്? Okay. So നിങ്ങൾക്ക് യൂണിറ്റ്സും per unit പ്രൈസും തരാത്ത കേസസിൽ this is how you calculate your cost of goods sold. യൂണിറ്റ്സ് ഉണ്ടെങ്കിൽ ഈ പ്രശ്നം അല്ലേ? So in equation break down ചെയ്യാം. ഇതാണ് equation cost of goods sold. You have to write this down. Cost of goods sold or cost of sales. Cost of goods sold or cost of sales. Cost of goods sold or cost of sales. So this is the equation. And ഇത് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നേരെ ഇവിടെ സബ്ജി ആദ്യം നിങ്ങളുടെ ജോലി ഇത് എഴുതിയോ നിങ്ങൾ ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന്റെ എന്നിട്ട് നേരെ പോയി എക്സാമ്പിളിന് കൊടുത്തേ This is your example. Sales revenue 1,20,000. Total purchases during that period is 67. ഇതെല്ലാം ഒരു വർഷം നടന്ന ഒരു പീരീഡിൽ നടന്നതാണ്. വർഷം ആവണ്ട ഒരു മാസം ഒരു വീക്കിൽ തന്നെ നടന്നിട്ടുള്ളതാണ്. Then close opening inventory of that period, closing inventory of that period, gross profit ആണ് കണ്ടുപിടിക്കുന്നത്. ഇനി gross profit കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതും ഒന്ന് ലിസ്റ്റ് ചെയ്തേക്കുക. Gross profit കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. What is the equation for gross profit? Sales revenue minus cost of goods sold. ഈ രണ്ട് ഇക്വേഷൻ FA പേപ്പർ അവസാനിക്കുന്ന വരെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്. പല ചാപ്റ്ററിലും ഇത് കണ്ടുപിടിക്കുന്ന സമയത്ത് വരും. For basic company accounts നിങ്ങൾക്ക് ഇത് ആവശ്യമുണ്ട്. So this is a super important equation. Gross profit and cost of goods sold. ഇനി ഇതുകൂടെ എഴുതണം. എക്സാമ്പിൾ എഴുതി ഈ രണ്ട് ഇക്വേഷൻ എഴുതുക എന്നിട്ട് ഇക്വേഷൻ ആൻസർ കണ്ടുപിടിക്കും. ഇത് വെച്ചിട്ട് മുമ്പ് ചെയ്ത അതേ ക്വസ്റ്റ്യൻ വി ആർ ഗോയിങ് ടു വർക്ക് ഔട്ട് അഗൈൻ വിത്ത് നമ്പേഴ്സ്. അതായത് അതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ ഇക്വേഷൻ ഇടാൻ വേണ്ടി പോവാണ്. നമ്മളിപ്പം ആദ്യം ചെയ്തില്ലായിരുന്നോ യൂണിറ്റ്സ് വെച്ചിട്ട്. So then you will understand why we did this calculation. Okay. So ഇതിനു മുമ്പ് ചെയ്ത ക്വസ്റ്റ്യൻ. Can you take that? കഴിഞ്ഞ മൈറ? കഴിഞ്ഞു. So this was the question. ഇവിടെ ഞാൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കണ്ടുപിടിച്ച നേരെ യൂണിറ്റ്സ് ഇൻടു അതിന്റെ കോസ്റ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഞാൻ ഇക്വേഷൻ ഇടാൻ വേണ്ടി പോകണം. I'm going to take the same equation here. So equation യൂസ് ചെയ്യുമ്പോൾ what is the equation cost of goods sold കണ്ടുപിടിക്കാൻ equation opening inventory ഇല്ല. It was a new business എന്ന് പറഞ്ഞാൽ opening inventory ഇല്ല. Plus purchases. So എത്രയായിരുന്നു purchases? 10,000 units purchase ചെയ്തു for $10 minus closing inventory. Closing inventory എത്രയായിരുന്നു നമുക്ക് അവസാനം വെച്ചുണ്ടായിരുന്ന closing inventory? ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞായിരുന്നു 45,000. എങ്ങനെ കിട്ടിയത്? 4,500 into 10. Okay, so opening inventory ചോദിക്കുന്നത് പറഞ്ഞ ആ വർഷം പർച്ചേസ് ചെയ്തതിൽ വിറ്റ് പോകാതിരിക്കുന്നത് ബാക്കിയായിരിക്കുമല്ലോ ആ വർഷം വിറ്റുപോയ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഇക്വേഷൻ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. വാട്ട് ഡസ് ദിസ് മീൻ? ആ വർഷം മൊത്തം ഓപ്പണിംഗ് ഇൻവെന്ററി ഇല്ല. 10,000 യൂണിറ്റ്സ് പർച്ചേസ് ചെയ്തു ഫോർ $10. അതിൽ 4,500 യൂണിറ്റ്സ് മിച്ചം വന്നു ഫോർ $10. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എത്ര യൂണിറ്റ്സ് നിങ്ങൾ വിറ്റു? 6,500 യൂണിറ്റ്സ് നിങ്ങൾ വിറ്റു ഫോർ എത്രയായിരുന്നു പർച്ചേസ് ചെയ്യാൻ വേണ്ടി വന്ന കോസ്റ്റ്? $10. മനസ്സിലായി? ദിസ് ഇസ് ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി. Is it clear?
ഇങ്ങനെ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് യുവർ യൂണിറ്റ്സ്. സോ ഇതേ സാധനം ഒന്ന് ലെറ്റ്സ് വർക്ക് ദിസ് ഔട്ട്. 0 പ്ലസ് 1,00,000 minus 45,000. So what is your cost of goods sold? 65,000. Let me show the calculation. എത്രയാ cost of goods sold എടുത്തേ? 65 അല്ലല്ലോ, 5,500. ഇതിനോട് മൈനസ് ചെയ്യുമ്പോൾ എത്ര വരുന്നത്? 5,500 units. So 5,500 units into 10 ആണ്. So that is equal to 55,000. Is it clear? അത് തന്നെയല്ലേ നിങ്ങളുടെ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇക്വേഷൻ ഇട്ടാലും ആൻസർ കിട്ടും. ഇനി യൂണിറ്റ്സും പെർ യൂണിറ്റ് പ്രൈസ് തന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും ആൻസർ കിട്ടും. ഇനി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇയറിന്റെ കൂടെ ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവും. 2025 ഞാൻ എങ്ങനെയാ ചെയ്തത്? മൊത്തം 6,500 യൂണിറ്റ്സ് വിറ്റു ഇൻറ്റു അതിന്റെ കോസ്റ്റ് എന്ന് പറഞ്ഞല്ലേ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകണം. ഐ ആം ഗോയിങ് ടു അപ്ലൈ ദി ഇക്വേഷൻ ഹിയർ. സോ വാട്ട് വാസ് आवर ഇക്വേഷൻ? ഓപ്പണിംഗ് inventory. What was your opening inventory? 2025 ഓപ്പണിംഗ് ഇൻവെന്ററി എത്രയായിട്ടാണ് എടുക്കേണ്ടത്? 4,500 യൂണിറ്റ്സ് ഇൻറ്റു 10 എത്രയായിരുന്നു? 45,000 പ്ലസ് ആ വർഷം നടത്തിയ പർച്ചേസസ്, ആ പീരീഡിൽ നടത്തിയ പർച്ചേസസ്. ആ പീരീഡിൽ നടത്തിയ പർച്ചേസസ് എന്ന് പറയുമ്പോഴത്തേനും 5,000 യൂണിറ്റ്സ് ഫോർ $10 each. So that is 5,000 units into $10 each. So എത്ര വരും? 50,000 minus closing inventory. Closing inventory. So ആ വർഷം വിറ്റുപോകാതിരിക്കുന്ന യൂണിറ്റ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 30,000. ഇനി അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു വഴിയുണ്ട്. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. മൊത്തം 4,500 യൂണിറ്റ്സിലേക്ക് ഒരു 5,000 യൂണിറ്റും കൂടെ പർച്ചേസ് ചെയ്ത് അതിൽ നിന്ന് 6,500 യൂണിറ്റ്സ് വിറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ യൂണിറ്റ്സ് മിച്ചമുണ്ട്? 3,000 യൂണിറ്റ്സ് മിച്ചമുണ്ട്. So 3,000 which is equal to 30,000. So what is your cost of goods sold? എത്ര വരും? കാൽക്കുലേറ്റ് ചെയ്തേ. What is your cost of goods sold? 95 minus 30,000 എത്ര വരും? 5,000. 65,000. Is it clear? Okay, ഇനി നോക്കിക്കേ. അത് തന്നെയല്ലായിരുന്നു നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. സോ ഇക്വേഷൻ ഇട്ട് ചെയ്താൽ എന്തായാലും യു വിൽ ബി ഗെറ്റിംഗ് ദ കറക്റ്റ് ആൻസർ. ഇനി യൂണിറ്റ്സും പെർ യൂണിറ്റ് കോസ്റ്റും അറിയാമെങ്കിൽ നേരെ ചെയ്തു പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം ഇക്വേഷൻ ഇട്ടാലും യു വിൽ ഗെറ്റ് ദ സെയിം ആൻസർ. Is it clear, guys? മഹിറ ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. സോ ഈ എക്സാമ്പിള് നിങ്ങളുടെ ഈ നോട്ട്സ് എന്ന് പറഞ്ഞ ഈ PDF എൻഡിലുണ്ട്. വേണം നിങ്ങൾക്ക് ഇത് എഴുതിയെടുക്കാം. യു വോണ്ട് ടു റൈറ്റ് ദിസ് ഡൗൺ ഓർ യു വോണ്ട് എ ന്യൂ എക്സാമ്പിൾ? ക്യാൻ യു ഡു വൺ ഓൺ യുവർ ഓൺ? ഒരെണ്ണം തന്നെ ചെയ്യാം. സോ imagine your opening inventory. Your opening inventory is 10,000 units ആണ്. പക്ഷെ per unit price നിങ്ങൾക്ക് തന്നിട്ടില്ല. They did not give you per unit price. So therefore total value ആണ് തന്നിരിക്കുന്നത്, which is equal to 256,000. This is your opening inventory. 10,000 units ആണ്, 256,000 ആണ് ടോട്ടൽ ഓപ്പണിംഗ് ഇൻവെന്ററിയുടെ വാല്യൂ. ഇനി ടോട്ടൽ purchases during the period. Total purchases during the period. So ഈ പീരീഡിൽ നിങ്ങൾ മൊത്തം ഒരു 25,000 units purchase ചെയ്തു. The total purchase price will come to $.
$640,000. So it will come to $640,000. $640,000. Okay. Then sold 15,000 units. Sold 15,000 units. 15,000 units were sold, and the total selling price came to $950,000. Calculate the gross profit. Calculate the gross profit. ഇവിടെ പെർ യൂണിറ്റ് പ്രൈസ് തന്നിട്ടില്ല, അപ്പൊ നിങ്ങൾക്ക് വേറെ വഴിയില്ല, നിങ്ങൾ എങ്ങനെ തന്നെ കണ്ടുപിടിക്കണം, ഇക്വേഷൻ വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കണം. അല്ലെ പിന്നെ ഒരു പരിപാടി ഉണ്ട്, നിങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഡിവൈഡ് ചെയ്യണം. അതായത് 2,56,000 ഡിവൈഡഡ് ബൈ 10,000 ചെയ്യുമ്പോ ഓരോന്നിന്റെ കോസ്റ്റ് 25.6 എന്നാവും. പിന്നെ 6,40,000 divided by 25,000 units എന്ന് പറയുമ്പോൾ again. ഇനി 9,50,000 divided by 15,000 units ചെയ്യുമ്പോൾ you get your selling price as this. ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്കല്ലാതെ ഒരു ഇക്വേഷൻ അറിയാലോ. ഇതിപ്പോ ഞാൻ പെർ യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തതാ, ഞാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ആ വാല്യൂസ് ഇത് ഡിവൈഡഡ് ബൈ 10,000 ചെയ്തു, അപ്പൊ എനിക്ക് ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് കിട്ടി. ഇത് ഡിവൈഡഡ് ബൈ ചെയ്തപ്പോഴത്തേക്ക് ഒരു യൂണിറ്റിന് കോസ്റ്റ് കിട്ടി. സോ നിങ്ങൾ എപ്പോൾ പർച്ചേസ് ചെയ്താൽ എത്രയ്ക്കാണ് പർച്ചേസ് ചെയ്യുന്നത്? 25.6. ഇത് നിങ്ങളുടെ ടോട്ടൽ സെയിൽസ് റവന്യൂ ഡിവൈഡഡ് ബൈ 15,000 യൂണിറ്റ്സ് ചെയ്യുമ്പോൾ യുവർ സെല്ലിംഗ് പ്രൈസ് 63.33 സംതിങ് വരും. ഇത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് ചെയ്യാതെ തന്നെ വിത്തൗട്ട് ഫൈൻഡിങ് ദിസ് തരട്ടിപ്പണി. സോ ആദ്യം നിങ്ങൾ എഴുതണം റവന്യൂ ലെസ് കോസ്റ്റ് ഓഫ് revenue minus cost of goods sold is equal to gross profit. ഇനി അത് കഴിഞ്ഞിട്ട് എന്താ ഇടണ്ടേ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എങ്ങനെ കണ്ടുപിടിക്കണ്ടേ? ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് ആ വർഷത്തെ ആഡ് ടോട്ടൽ പെർച്ചേസസ്, പിന്നെ അതിൽ നിന്ന് മൈനസ് ചെയ്യണം ക്ലോസിംഗ് ഇൻവെന്ററി മൈനസ്. So that will get your cost of goods sold. റവന്യൂ എത്ര എടുക്കണ്ടേ? 9,50,000 എടുക്കണം. പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കണം. അപ്പൊ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാൻ ആദ്യം ഓപ്പണിംഗ് ഇൻവെന്ററി 256,000. അതിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? നമ്മുടെ ആ വർഷത്തെ ടോട്ടൽ പെർച്ചേസ് ആഡ് ചെയ്യണം. അതിൽ നിന്ന് എന്ത് മൈനസ് ചെയ്യണം? ക്ലോസിംഗ് ഇൻവെന്ററി which was not given to you, right? കണ്ടുപിടിച്ചു. ക്ലോസിംഗ് ഇൻവെന്ററി തന്നിട്ടില്ല, എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും?
How will you find out the closing inventory? ഞാൻ എന്താ ഇവിടെ ചെയ്തേ? ഓരോ യൂണിറ്റിന്റെ കോസ്റ്റ് എത്രയാണെന്ന് ഞാൻ എടുത്തുണ്ടായിരുന്നു. അതായത് ഈ 2,56,000 ഡിവൈഡഡ് ബൈ 10,000 ചെയ്തപ്പോഴത്തേനും ഓരോ യൂണിറ്റിന്റെ കോസ്റ്റ് എത്രയാണ്? $25.6. ഈ 6,40,000 ഡിവൈഡഡ് ബൈ 25,000 യൂണിറ്റ്സ് ചെയ്തപ്പോൾ എത്രയാണ് കോസ്റ്റ് വന്നിരിക്കുന്നത്? $25.6 ആണ്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോ വാങ്ങിച്ചപ്പോൾ എത്രയ്ക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്? 25.6 വാങ്ങിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ വിറ്റുപോകാത്ത യൂണിറ്റ്സ് എത്രയാണെന്ന് നോക്കിയാൽ മതി. ഓൾറെഡി 10,000 യൂണിറ്റ്സ് ഉണ്ട്, അതിലേക്ക് 25,000 യൂണിറ്റ്സ് വാങ്ങി, അതിൽ നിന്ന് 15,000 യൂണിറ്റ്സ് വിറ്റു. സോ ദിസ് ഇസ് ഓപ്പണിംഗ്, ദിസ് ഇസ് യുവർ പർച്ചേസസ്. ഇത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനല്ല, ക്ലോസിംഗ് ഇൻവെന്ററി കണ്ടുപിടിക്കാനാണ്. ഇത് സോൾഡ്. സോ വാട്ട് ഈസ് യുവർ അൺസോൾഡ്? എത്രയാ അൺസോൾഡ് ആയിട്ടുള്ളത്? എത്രയാ മിച്ചമുള്ളത്? എത്രയാ? ഇനി എത്ര മിച്ചമുണ്ട്? 20,000 യൂണിറ്റ്സ് മിച്ചമുണ്ട്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും നമ്മൾ? ക്ലോസിംഗ് ഇൻവെന്ററി ഈസ് ഈക്വൽ ടു ഈ 20,000 ഇൻറ്റു $25.6 ചെയ്ത പ്രശ്നം തീർന്നില്ലേ? യൂണിറ്റ്സ് കണ്ടുപിടിക്കുക, കോസ്റ്റ് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞല്ലോ. ക്ലിയർ ആണോ മഹിറ? ഒന്നും കൂടി പറയാം. ഒന്നുകൂടെ പറയണമെന്നാണോ? ആ അതായത് ആദ്യം ഞാൻ ഓരോ യൂണിറ്റിന്റെയും കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് ഞാൻ ഇത് എത്രയൊക്കെ വാങ്ങി എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഇവിടെ എനിക്ക് മൊത്തത്തിൽ ഓപ്പണിംഗ് ഇൻവെന്ററി എത്രയാ വന്നിരിക്കുന്നത്? മൊത്തത്തിൽ ഓപ്പണിംഗ് ഇൻവെന്ററി 256,000. എത്ര യൂണിറ്റ്സ് ഉണ്ട്? 10,000 യൂണിറ്റ്സ് ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ എത്ര അതിന്റെ ഓരോന്നിന്റെ കോസ്റ്റ്? 25.6. അത് മനസ്സിലായോ? ആ ഇനി ഈ 6,40,000 ടോട്ടൽ പർച്ചേസ് വരണം. മൊത്തം വാങ്ങിയത് 25,000 യൂണിറ്റ്സ് ആണ്. അപ്പൊ അവിടെ കോസ്റ്റ് എത്രയാണ്? $25.6. ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ഓരോ യൂണിറ്റും പർച്ചേസ് ചെയ്യുന്ന പർച്ചേസ് പ്രൈസ് എത്രയാ? ഓരോ യൂണിറ്റും പർച്ചേസ് ചെയ്യുന്ന പർച്ചേസ് പ്രൈസ് എത്രയാണ്? $25.6 അല്ലേ? ക്ലിയർ ആണോ? അപ്പൊ അത് കിട്ടി. ഇനി ക്ലോസിംഗ് ഇൻവെന്ററി കണ്ടുപിടിക്കാൻ അടുത്തത് എത്ര യൂണിറ്റ്സ് മിച്ചം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. മൊത്തം 10,000 യൂണിറ്റ്സ്, അതിലേക്ക് ഒരു 25,000 യൂണിറ്റ്സ് വേറെ വാങ്ങി, അതിനകത്തുനിന്ന് ഒരു 15,000 യൂണിറ്റ്സ് വിറ്റുപോയി. സോ വാട്ട് ഇസ് യുവർ അൺസോൾഡ് ഗുഡ്സ്? 20,000 അല്ലേ? ഇത് വാങ്ങാൻ ചെലവായത് എത്രയാ? $25.6 അല്ലേ? അപ്പൊ ക്ലോസിംഗ് ഇൻവെന്ററി എത്ര? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? മനസ്സിലായോ? മനസ്സിലായി. ഇങ്ങനെയൊക്കെ ആയിരിക്കും എക്സാമിന് വരുന്നുണ്ടാവുക കേട്ടോ. ഡു നോട്ട് എക്സ്പെക്ട് എ സ്ട്രേറ്റ് ഫോർവേഡ് കാൽക്കുലേഷൻ. എവിടെന്നെങ്കിലും വേണ്ടത് കണ്ടുപിടിക്കാനുള്ള വകുപ്പ് നിങ്ങൾ ഉണ്ടാക്കിയേക്കുക. ക്ലിയർ? ഓക്കെ, ഇവിടെ ആകെപ്പാടെയുള്ള വില്ലൻ ആ ക്ലോസിംഗ് ഇൻവെന്ററി ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമില്ല. സോ യുവർ ക്ലോസിംഗ് ഇൻവെന്ററി വാല്യൂ വിൽ ബി 5,12,000. അപ്പൊ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് യുവർ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്? 3,84,000 ആണ് വരുന്നത്. മൈനസ് ആണ് ചെയ്യേണ്ട ക്ലോസിംഗ് ഇൻവെന്ററി. യു ഹാവ് ടു ഡിഡക്ട് യുവർ ക്ലോസിംഗ് ഇൻവെന്ററി. നേരെ ഇവിടെ കൊണ്ട് ക്ലോസിംഗ് ഇൻവെന്ററി എടുത്തോ. വാട്ട് ഈസ് യുവർ ക്ലോസിംഗ് ഇൻവെന്ററി? 3,84,000. So what is your gross profit? What is your gross profit? 5,66,000. Take your time, you go through the calculation. മൊത്തം ഒന്ന് നോക്കിയേ, ക്ലിയർ ആണോ എന്ന് നോക്കിയേ. ക്ലിയർ ആണോ നോക്കിയേ. ഇനി ഡോണ്ട് വറി, ഇങ്ങനെ ഇതെല്ലാം കൂടെ ചെയ്യേണ്ട ഒരു കേസ് വരില്ല. ചിലപ്പോൾ അവർ ചോദിക്കുന്നുണ്ടാവുക ഇത് മാത്രമായിരിക്കും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് MCQ അല്ലേ, 2 മാർക്കല്ലേ ഉള്ളൂ. അപ്പൊ ചിലപ്പോൾ ഇത് മൊത്തം ചെയ്യിപ്പിക്കൂല. സംടൈംസ് റിക്വയർമെന്റ് വിൽ ബി ടു കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇനി ഗ്രോസ് പ്രോഫിറ്റ് ആണ് ചോദിക്കുന്നതെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു യൂണിറ്റ് പ്രൈസ് ഇത് ഡയറക്റ്റ് ആയിട്ടെങ്കിലും അവർ തരുമായിരിക്കും. അപ്പൊ നിങ്ങൾ ആ യൂണിറ്റ്സ് ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? ആ ക്ലോസിംഗ് യൂണിറ്റ്സ്
ഇൻറ്റു ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്ലോസിംഗിന് വേണ്ടി ഡയറക്റ്റ്ലി എടുക്കാം. then you can calculate your cost of goods sold. Is it clear? Clear ആണോ? So മഹിറ കംപ്ലീറ്റ് ചെയ്തോ? കംപ്ലീറ്റ്. ഈ കാൽക്കുലേഷൻ എഴുതി വെക്കുക എല്ലാവരും കേട്ടോ. പിന്നെ എവിടെ നിന്ന് 25.6 വന്നെന്ന് ഓർക്കരുത്. ചുരുക്കത്തിൽ പറഞ്ഞ യൂണിറ്റ്സ് എല്ലാം നിങ്ങൾ വാങ്ങിയത് ഈ ഒരു പർച്ചേസ് പ്രൈസിനാണ്. പർച്ചേസ് പ്രൈസ് മാറുന്നില്ല. യു പർച്ചേസ് ഓൾ ദ യൂണിറ്റ്സ് ഫോർ $25.6. രണ്ട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറഞ്ഞാൽ വിറ്റുപോയ യൂണിറ്റ്സിന്റെ കോസ്റ്റ്. വിറ്റുപോയ യൂണിറ്റ്സ് ഒന്നെങ്കിൽ വാങ്ങാൻ വന്ന കോസ്റ്റ് ആവാം, അല്ലെങ്കിൽ അത് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി വന്ന കോസ്റ്റ് ആവാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് വിറ്റുപോയി ആ കോസ്റ്റ് ലാഭമാണോ നഷ്ടമാണോ എന്ന് അറിയാൻ പറ്റുന്നത്. അതായത് ഈ ചെയ്യുന്ന പരിപാടി നിങ്ങൾ മുന്നോട്ട് പോകണോ വേണ്ടോ? ഈ പ്രൊഡക്റ്റുകൾ കിട്ടും ലാഭമാണോ വർഷമായിട്ട് നഷ്ടത്തിലാണെങ്കിൽ നിങ്ങൾ ബെറ്റർ ഈ പ്രൊഡക്റ്റ് നിർത്തിയിട്ട് പോകുന്നത് തന്നെയല്ലേ. കാരണം ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ലാഭമൊന്നും കിട്ടുന്നില്ല എന്നല്ലേ അതിന്റെ മീനിങ്. ബാക്കി ഇൻകം ആയിട്ട് നിങ്ങൾക്ക് കണ്ടിന്യൂസ് ലോസ് ആണെങ്കിൽ അതിനകത്ത് ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്യൂട്ട് ആവുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയേ പറ്റുള്ളൂ. നിലവിലുള്ള കോസ്റ്റ് കൺട്രോൾ ചെയ്യണം. കണ്ടിന്യൂ ഫ്രം സെല്ലിംഗ് ദിസ് പ്രൊഡക്റ്റ്. ഇസ് ഇറ്റ് ക്ലിയർ? ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് നഷ്ടമാണ്. ചിലപ്പോൾ ബാക്കി സാധനങ്ങളെല്ലാം ബാക്കി ഇൻകം ഒക്കെ ആഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ലാഭമായിരിക്കും. പക്ഷെ ഈ പ്രൊഡക്റ്റിന് നഷ്ടമാണ് വരുന്നത്. ഇനി ഈ പ്രൊഡക്റ്റ് ഇനി ഗ്രോസ് പ്രോഫിറ്റ് ആണ് കിട്ടുന്നതെങ്കിൽ ദാറ്റ് മീൻസ് ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം കൂട്ടിക്കഴിഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് ഓർ ഗ്രോസ് ലോസ്. This is the profit from core trading activity. Got it? Okay. ഇനി രണ്ടു മൂന്ന് പുതിയ വാക്കുകളും കൂടെ നമുക്ക് പഠിക്കാം. One is, are you aware of the word sales return and purchase return? കേട്ടിട്ടുണ്ടോ? Sales return and purchase return. എന്താ sales return? What do you mean by sales return? ഈ ചാപ്റ്ററിൽ ആവശ്യമുണ്ട്. What is the meaning of sales return? Sales return. നമ്മള് പ്രൊഡക്ട്സ് വിറ്റു, അത് നമുക്ക് അതേപടി തിരിച്ചു വന്നു. That is called a sales return. So this is basically return of goods sold to customer either because of faulty product. Faulty product എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ വിറ്റ പ്രൊഡക്റ്റിന്റെ എന്തെങ്കിലും ഡാമേജ് ഉള്ള പ്രൊഡക്റ്റിന്റെ കംപ്ലൈന്റ് ഉള്ള പ്രൊഡക്റ്റ് ആയിരിക്കാം. ഓർ ബിക്കോസ് the product did not meet the specification. കസ്റ്റമർ ചോദിച്ചത് വൈറ്റ് കളറിലുള്ള പാൻസ് ആണ്, നിങ്ങൾ കൊടുത്തത് ബ്ലാക്ക് കളറിലുള്ള പാൻസ് ആണ്. സോ ഒബ്വിയസ്ലി അവർ റിട്ടേൺ ചെയ്യുമല്ലോ. ഓക്കെ. സോ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഡിഡ് നോട്ട് മീറ്റ് ദ പ്രൊഡക്റ്റ് സ്പെസിഫിക്കേഷൻ. അതാവാം. Or it might be because of excess units sold. Customer 10,000 units ആണ് ചോദിച്ചത്, നിങ്ങൾ 15,000 units അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ obviously അവർ നിങ്ങൾക്ക് തിരിച്ചു തരുമല്ലോ. Okay, so these are some of the cases of sales return. ഇനി ഒരു വാക്ക് കൂടെ പഠിച്ചു വെച്ചോ. Sales return or
In your ACCA, you can also come across the word return. ഇൻവേർഡ് ആയിരിക്കും ഔട്ട്വേർഡ് ആയിരിക്കും നിങ്ങൾ ആലോചിച്ചിട്ട് പറയണം. സെയിൽസ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഐഡന്റിഫൈ ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, കാരണം നമ്മൾ വിറ്റ സാധനം നമുക്ക് തിരിച്ചു വന്നു. വേറൊരു വാക്കിലായിരിക്കും തരിക റിട്ടേൺ ഇൻവേർഡ് ഓർ റിട്ടേൺ ഔട്ട്വേർഡ്. ഏതായിരിക്കും? റിട്ടേൺ ഇൻവേർഡ്. നമുക്ക് തിരിച്ച് ഇങ്ങോട്ടല്ലേ വരുന്നത്, നമുക്ക് ഇങ്ങോട്ടാണ് കിട്ടുന്നത്. സോ ദിസ് ഇസ് ബേസിക്കലി കോൾഡ് ആസ് റിട്ടേൺ ഇൻവേർഡ്. ഈ ഒരു വാക്ക് ഓർത്ത് വെച്ചേക്കുക. ചില ക്വസ്റ്റ്യൻസിൽ അവർ യൂസ് ചെയ്യുന്നത് റിട്ടേൺ ഇൻവേർഡ് എന്നാണ്. റിട്ടേൺ ഇൻവേർഡ് അവർ ഉദ്ദേശിക്കുന്നത് എന്താണ്? സെയിൽസ് റിട്ടേൺ ആണ്. ഇനി അപ്പൊ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ ജേർണൽ എൻട്രി. സോ വാട്ട് ഈസ് ദ ഡബിൾ എൻട്രി അറ്റ് ടൈം ഓഫ് സെയിൽ? സെയിൽ നടക്കുന്ന സമയത്തെ ഡബിൾ എൻട്രി എന്താണ്? വാട്ട് ഈസ് ദ ഡബിൾ എൻട്രി അറ്റ് ടൈം ഓഫ് സെയിൽ? ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന സമയത്തെ ജേർണൽ എൻട്രി എന്താണ്? ഗുഡ്സ് ആണ്. ഐ ആം ടോക്കിംഗ് അബൌട്ട് ഡബിൾ എൻട്രി ടൈം ഓഫ് സെയിൽ. വിൽക്കുന്ന സമയത്ത് ഗുഡ്സ് ആണ് വിൽക്കുന്നത്, ആ വിൽക്കുന്ന സമയത്ത് ജേർണൽ എൻട്രി ഡെബിറ്റ്. ഒന്നെങ്കിൽ ബാങ്ക് ബാലൻസ് കൂടും, അല്ലെങ്കിൽ നമുക്കൊരു പുതിയ അസറ്റ് കിട്ടും, which is called as trade receivables, and credit sales. Goods അല്ലേ വിൽക്കുന്നത്, so credit sales. Okay, so ഇതാക്കാൻ ഞാനിവിടെ ഒരു നമ്പർ ഇടുവാണ് as 10,000 and 10,000. Okay, ഇനി half of these goods were returned. നമുക്ക് തിരിച്ചു. അപ്പോ what will be the journal entry? Half of the goods are returned. പകുതി ഗുഡ്സ് തിരിച്ചു. എമൗണ്ട് എനിക്കറിയാം 5,000 ആണ് എമൗണ്ട് വരേണ്ടത്. ബട്ട് വാട്ട് ഈസ് ദ ജേർണൽ എൻട്രി? ലോജിക്കലി ഗീവ് മീ ദ സിറ്റുവേഷൻ. നിങ്ങൾ 10,000 റവന്യൂ റെക്കോർഡ് ചെയ്തു, റവന്യൂ കുറയ്ക്കണ്ടേ? നിങ്ങൾക്ക് അത്ര റവന്യൂ ഇല്ല. അതേപോലെ നിങ്ങൾ ക്യാഷ് റെക്കോർഡ് ചെയ്ത് തിരിച്ചു കൊടുക്കണമെന്നെങ്കിൽ കാശ് കിട്ടിയതാണ് തിരിച്ചു കൊടുക്കണം. ഇനി ക്യാഷ് കിട്ടിയിട്ടില്ല, റിസീവബിൾ ആണെങ്കിൽ റിസീവബിളിന്റെ അളവ് കുറയ്ക്കണം. Is it clear? Is it clear, Mahira? Clear. So what will be the journal entry? Sales കുറയ്ക്കണം. Debit or credit? Debit sales. Very good. So now you understood the meaning of debit. Debit as such meaning ഒന്നുമില്ല. സെയിൽസിലൂടെ ഡെബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിൽസ് കുറയ്ക്കണമെന്നാണ്. എത്ര സെയിൽസ് കുറയ്ക്കണം? 5,000 കുറയ്ക്കണം. ആൻഡ് ക്രെഡിറ്റ് വാട്ട്? കാശ് തിരിച്ചു കൊടുക്കുവാണെങ്കിൽ ബാങ്ക്, ഇനി ഓൾറെഡി ക്രെഡിറ്റിൽ തന്ന സാധനമാണെങ്കിൽ ട്രേഡ് റിസീവബിൾസ് എത്ര വരും? $5,000. Is it clear, guys? Is it clear? So this is the journal entry for sales return. So this is the double entry for sales return, or I may call it as return inwards. എഴുതിക്കോ, തുടക്കം തൊട്ട് എഴുതിക്കോ. Sales return.
journal entry ഇടുന്നത്. So when goods are sold, നിങ്ങളുടെ typical journal entry തന്നെയാണ്. Debit, കാശ് കിട്ടിയ ബാങ്ക്, അല്ലെങ്കിൽ trade receivable, credit sales. തിരിച്ചു കൊടുക്കുന്ന സമയത്ത് we need to cancel അത്രയും sales, അത്രയും revenue നമ്മൾ cancel ചെയ്യണം. So what are we trying to do here? We are cancelling revenue. അല്ലെങ്കിൽ നമ്മൾ എന്താണ് അവിടെ cancel ചെയ്യുന്നത്? അവിടെ sales or revenue നമ്മൾ cancel ചെയ്യുവാണ്. Revenue കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. Decrease in revenue. At the same time, we are cancelling എന്തുകൂടെ bank or trade receivable. കാരണം ഇനി നമുക്ക് അത്രയും നമ്മൾ ആ കാശ് മേബി തിരിച്ചു കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഇനി അത്രയും റിസീവബിൾ കാണിക്കാൻ പാടില്ല. ബിക്കോസ് അവർ ആ സാധനം നമുക്ക് തിരിച്ചു തന്നു. ഇനി അവർ നമ്മുടെ റിസീവബിൾ അത്രയും എമൗണ്ട് അവർ നമ്മുടെ റിസീവബിൾ അല്ല. അണ്ടർസ്റ്റുഡ്? ഇനി ഇതേ കാര്യം തന്നെ we are going to talk for purchase return. അപ്പോൾ what do you mean by purchase return? ഇത് sales return ആണെങ്കിൽ അടുത്താണ് purchase return. അപ്പോൾ what will be the other name for purchase return? Return outward. നമ്മൾ പുറത്തേക്ക് തിരിച്ചു കൊടുക്കുകയാണ്. Return outward. So what is this? Goods are returned back to suppliers. നമ്മൾ സപ്ലയേഴ്സിന് തിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. പല റീസൺ ആവാം. റീസൺ ഇപ്പൊ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. We are giving it back. Okay, so what is the journal entry? Goods are returned back to suppliers. So what is the journal entry? ആദ്യം at the time of purchase ആലോചിച്ച് നോക്കുക. At time of purchase. At time of purchase. What is it? Debit, purchases and credit. കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാശ്, അല്ലെങ്കിൽ trade, pay. Amount I am going to take it also 10,000 തന്നെ എടുത്തേക്കാം. So now I need to know half goods were returned to supplier. Supplier തിരിച്ചു കൊടുക്കും. So what will be the journal entry? അത്രയും കാശ് ഒന്നെങ്കിൽ അവർ തിരിച്ചു തരണം, അല്ലെങ്കിൽ നമ്മൾ അത്രയും പേയബിൾ നമ്മൾ ക്യാൻസൽ ഔട്ട് ചെയ്യണം. സോ ഡെബിറ്റ് ഒന്നെങ്കിൽ നമുക്ക് കാശ് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അത്രയും ലയബിലിറ്റി ക്യാൻസൽ. ട്രേഡ് പേയബിൾ ആൻഡ് ക്രെഡിറ്റ് നമ്മുടെ എക്സ്പെൻസ് അത്രയും കുറയ്ക്കണം, നമ്മുടെ പർച്ചേസസ് അത്രയും കുറയും. പർച്ചേസസ് എമൗണ്ട് വിൽ ബി 5,000. ക്ലിയർ? Purchase return, sales return. ഈ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുമല്ലോ. മഹിറ? ക്ലിയർ. Okay. So shall we proceed? So coming back to ഇനി ഇത് ഫുൾ നമ്മൾ വായിക്കാൻ വേണ്ടി പോകണം. അക്രൂവൽ കോൺസെപ്റ്റിലേക്ക് എത്തിയിട്ടില്ല, നമുക്ക് ബാക്കി ഫുൾ വായിക്കാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇനി മനസ്സിലായല്ലോ. ഓപ്പണിംഗ് ഇൻവെന്ററി പ്ലസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത് പർച്ചേസസ് മൈനസ് ക്ലോസിംഗ് ഇൻവെന്ററി. വാട്ട് ഇസ് ദി മീനിങ് ഓഫ് ഓപ്പണിംഗ് ഇൻവെന്ററി? ഒരു പീരീഡിന്റെ സ്റ്റാർട്ടിൽ നിങ്ങളുടെ കയ്യിലുള്ള ഇൻവെന്ററിയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഓപ്പണിംഗ് ഇൻവെന്ററി എന്ന് വിളിക്കുന്നത്. ക്ലോസിംഗ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ ഒരു പീരീഡിന്റെ എൻഡിൽ വിറ്റ് പോകാതിരിക്കുന്ന അല്ലെങ്കിൽ ക്ലോസിംഗ് ബാലൻസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ക്ലോസിംഗ് ഇൻവെന്ററി. കോസ്റ്റ് ഓഫ് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താ ഉദ്ദേശിക്കുന്ന? പർച്ചേസ് കോസ്റ്റ് ആണ്. അതിന് വേറെ കുറച്ച് കാര്യങ്ങൾ വരും, അതിലേക്ക് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇനി ഇതും അവിടെ നിൽക്കട്ടെ. So let's come back to our accrual concept. ഇനി എന്താണ് accrual concept എന്ന് നോക്കാം. നിങ്ങൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇക്വേഷൻ പഠിച്ചില്ലേ? That is an application of accrual concept. അപ്പൊ അവിടെ നിങ്ങൾ എന്താ ചെയ്തിരിക്കുന്നത്? നിങ്ങൾക്ക് കിട്ടിയ റവന്യൂ, നിങ്ങൾക്ക് കിട്ടിയ കോസ്റ്റും കൂടെ നിങ്ങൾ മാച്ച് അല്ലേ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര യൂണിറ്റ്സിനാണ് റവന്യൂ കിട്ടിയ അത്രയും യൂണിറ്റ്സിന്റെ കോസ്റ്റുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? മാച്ച് ചെയ്തു. സോ ബേസിക്കലി ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് this is basically an application of accrual concept. ഇനി accrual concept ഒന്ന് വായിച്ചു നോക്കിയേ.
accrual concept requires business expenses to be matched to the related business income. നിങ്ങൾക്ക് 6500 യൂണിറ്റ്സിനാണ് റവന്യൂ കിട്ടുന്നതെങ്കിൽ കോസ്റ്റ് കാണിക്കുമ്പോൾ എത്ര യൂണിറ്റ്സിന്റെ കോസ്റ്റ് കാണിക്കാൻ പാടുള്ളൂ? 6500 യൂണിറ്റ്സിന്റെ കോസ്റ്റ് കാണിക്കാൻ പാടുള്ളൂ. ചിലപ്പോൾ അതിൽ കൂടുതൽ യൂണിറ്റ്സ് ആ വർഷങ്ങൾ വാങ്ങിയിട്ടുണ്ടാവും, പക്ഷെ കോസ്റ്റ് എപ്പോഴും ആ യൂണിറ്റ്സ് ആയിട്ട് നിങ്ങൾ മാച്ച് ചെയ്യണം. ഇനി this means in SOPL needs to ensure that sales income generated in the year matches the trading cost. നിങ്ങൾ SOPL പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അത് ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. 3 മാസത്തെ റവന്യൂ എടുക്കുവാണെങ്കിൽ എത്ര മാസത്തെ കോസ്റ്റ് എടുക്കണം? 3 മാസത്തെ കോസ്റ്റ് എടുക്കണം. So you should make sure that in SOPL sale income generated matches the trading cost. Is it clear? അതേപോലെ 10000 യൂണിറ്റ്സ് വിറ്റാണ് റവന്യൂ കിട്ടുന്നതെങ്കിൽ 10000 യൂണിറ്റ്സിന്റെ കോസ്റ്റ് മാത്രമേ കാണിക്കാൻ പാടുള്ളൂ. ഇൻവെന്ററി പർച്ചേസസ് not sold during the year. അറിയാ? Not sold during the year. Not sold during the year. Closing inventory. Make up part of closing inventory at the financial year end. Furthermore, sales generated during the year may be for items purchased in previous year that are held as opening inventory. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ വർഷം വിൽക്കുന്നത് കുറച്ച് യൂണിറ്റ്സ് എന്ന് വാങ്ങിയതായിരിക്കും, കഴിഞ്ഞ വർഷം വാങ്ങിച്ചിട്ട് ഈ വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തതായിരിക്കും നമ്മൾ വിറ്റിട്ടുണ്ടാവുക. പിന്നെ ഈ വർഷം വാങ്ങിച്ചതിന്റെ കുറച്ചായിരിക്കും മിച്ചം വരുന്നത്, ക്ലോസിംഗ് ഇൻവെന്ററി ആയിട്ട് വരുന്നത്. അപ്പോൾ അത് SOPL ഷുഡ് ബി അഡ്ജസ്റ്റഡ് ടു അപ്ലൈ ദ അക്രൂവൽ കോൺസെപ്റ്റ് ഹിയർ. അപ്പൊ നമ്മൾ ഇവിടെ നോക്കേണ്ടത് വിറ്റതിന്റെ കോസ്റ്റും വിറ്റതിന്റെ യൂണിറ്റ്സും ആയിട്ട്, വിറ്റതിന്റെ കോസ്റ്റും വിറ്റതിന്റെ സെല്ലിംഗ് പ്രൈസും ആണ് നിങ്ങൾ ഇവിടെ മാച്ച് ചെയ്യേണ്ടത്. To correctly account for inventory according to accrual concept, SOPL brings in the concept of cost of goods sold. Okay, അതുകൊണ്ടാണ് ഞാൻ ആദ്യം എഴുതിയ ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ ആദ്യം എഴുതിയത് റവന്യൂ 5500 യൂണിറ്റ്സിന് 25 മൈനസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം എഴുതിയത് 10000 into 10 എന്നായിരുന്നു എഴുതിയത്. യു റിമെമ്പർ? ഇതിന് പകരം അവരവിടെ എന്താ എഴുതിയിരിക്കുന്നത്? മൊത്തം കോസ്റ്റ് എടുക്കണ്ട, വിറ്റുപോയതിന്റെ കോസ്റ്റ് എടുത്താൽ മതി എന്നവര് പറഞ്ഞത്. ഇത് അക്രൂവൽ കോൺസെപ്റ്റിന് വേണ്ടിയിട്ടാണ്. വി ആർ മാച്ചിങ് അവർ എക്സ്പെൻസസ് ആൻഡ് ഇൻകംസ്. നമ്മുടെ എക്സ്പെൻസസും ഇൻകംസും നമ്മൾ എന്ത് ചെയ്യുവാണ്? മാച്ച് ചെയ്യുവാണ്. ഇസ് ഇറ്റ് ക്ലിയർ? മാച്ചിങ് എക്സ്പെൻസസ് ആൻഡ് ഇൻകം. ഓക്കെ, സോ പ്ലീസ് റൈറ്റ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് എഴുതിക്കേ. അക്രൂവൽ കോൺസെപ്റ്റ് ഇസ് ആൻ ആപ്ലിക്കേഷൻ ഓഫ് accrual concept അല്ല കേട്ടോ, cost of goods sold. Cost of goods sold is an application of accrual concept. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളുടെ ഫുൾ SOPL തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഈ കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഓക്കെ, SOPL is prepared based on this concept. എൻറ്റയർ SOPL തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഈ കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് എവിടെയെങ്കിലും MCQ ചോദിച്ചാൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ ചോദിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, പിന്നെ വേറൊരെണ്ണം ഇപ്പോൾ എഴുതിക്കോ, ഞാൻ പക്ഷെ അത് വേറൊരു ചാപ്റ്ററിൽ എഴുതിപ്പിച്ച് നോട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഡിപ്രിസിയേഷൻ ഇസ് ബേസ്ഡ് ഓൺ അക്രൂവൽ കോൺസെപ്റ്റ്. ഡിപ്രിസിയേഷൻ അതും അക്രൂവൽ കോൺസെപ്റ്റ് ആണ്. സോ എവിടെയെങ്കിലും ചോദിക്കുമായിരിക്കും ദിസ് പർട്ടിക്കുലർ അക്കൗണ്ടിംഗ് ട്രീറ്റ്മെന്റ് എന്ത് കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ്? അക്രൂവൽ കോൺസെപ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേഷൻ ചെയ്യേണ്ടത്, ഡിപ്രിസിയേഷനെ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഇവൻ എൻറ്റയർ SOPL തന്നെ അങ്ങനെയാണ്. ഈ പീരീഡിലേക്കുള്ള ഇൻകംസും ഈ പീരീഡിലേക്കുള്ള എക്സ്പെൻസസും മാത്രം മാച്ച് ചെയ്തിട്ടാണ് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ നോക്കേണ്ടത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ് ഫോർ ടുഡേ. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ്, കുറച്ച് ആലോചിച്ച് ഇല്ലേ, ഐ വിൽ ബി ഷെയറിംഗ് സം ക്വസ്റ്റ്യൻസ് വിത്ത് യു. ആ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്തേക്കുക ബിഫോർ ദ നെക്സ്റ്റ് ക്ലാസ് വിച്ച് വിൽ ബി ഓൺ മൺഡേ. സോ മൺഡേ വരുമ്പോൾ ഐ ട്രൈ ടു ഫിനിഷ്, മേ ബി ഈ ചാപ്റ്റർ തീരുമായിരിക്കും. ആൻഡ് നെക്സ്റ്റ് ഡേ ട്യൂസ്ഡേ ഓൾസോ യു മൈറ്റ് ബി ഹാവിംഗ് ക്ലാസ്. ട്യൂസ്ഡേ 11-ാം തീയതി അല്ലേ? 10 ട്യൂസ്ഡേ, 11 വെനസ്ഡേ ആണ്. ഓക്കെ, സോ എന്നാ പിന്നെ ഐ ഹാവ് ടൈം ടു ഫിനിഷ് ആൻ അതർ ചാപ്റ്റർ ഓൾസോ. അപ്പൊ ആ 2 ചാപ്റ്റർ ശരിക്കും പറഞ്ഞ ഒരാഴ്ച പണിയെടുക്കാനുള്ള അത്ര
ക്വസ്റ്റ്യൻസിനുള്ള കണ്ടന്റ് തീരും. ഓക്കെ, സോ നിങ്ങളുടെ നെക്സ്റ്റ് വീക്കിലെ ജോലി എന്ന് പറയുന്നത് ജേർണൽ എൻട്രി നന്നായിട്ട് പഠിച്ചിട്ട് വരാം. ഇൻവെന്ററിയുടെ ബേസിക്സ് ആണ്, അതായത് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കാൽക്കുലേഷൻ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് വരിക. കോസ്റ്റ് ഓഫ് ഗുഡ്സ് ബാക്കി ഒന്നും നോക്കിയാലും കുഴപ്പമില്ല. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഗ്രോസ് പ്രോഫിറ്റും റാൻഡം നമ്പേഴ്സ് ഇട്ട് നോക്കുക, മാച്ച് ആവുന്നുണ്ടോ നോക്കുക നിങ്ങളുടെ ആൻസർ. പിന്നെ ജേർണൽ എൻട്രി സെറ്റ് ചെയ്തേക്കാം. ഓക്കെ, ബാക്കി ഒന്നും നിങ്ങൾ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ജേർണൽ എൻട്രി, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, ഗ്രോസ് പ്രോഫിറ്റ് തരുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് വരാം. ഓക്കെ, ആൻഡ് ഫഹിറ നാളെയും അതായത് ഇനി 3 ദിവസത്തേക്ക് ലീവ് ആയിരിക്കും കേട്ടോ. ഫ്രൈഡേ, സാറ്റർഡേ ആൻഡ് സൺഡേ യു വിൽ ബി ഹാവിംഗ് ഓഫ്. വിൽ കണ്ടിന്യൂ ബാക്ക് ഓൺ മൺഡേ. Okay. ഓക്കെ, Okay. Okay, Miss. Thank you. so we are winding up. See you guys on Monday.